ഹായ്, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എങ്ങനെയുണ്ട് റിസർച്ച്? വിഷ്വലൈസിംഗ് നൈസ്. വണ്ടർഫുൾ വിഷ്വൽസ്. ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വരൂ, അകത്തിരിക്കാം. വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല. ഞാൻ ഓർത്തു നോക്കി. കാലം കറകവിഞ്ഞു, തുള്ളിച്ചാതിയും ഒഴുകിയ നെയ്യാർ. ആ നിമിഷം എല്ലാം കാണാൻ കഴിഞ്ഞു. ധ്യാനിച്ചു നിന്നാൽ ആ ചരിത്ര മുഹൂർത്തം തെളിയും. 1.25 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ശബ്ദരഹിതവും രക്തരഹിതവുമായ ആ മഹാവിപ്ലവം നടന്നിട്ട്. ഇങ്ങനെ ഒരു വിപ്ലവം അതിനു മുമ്പും ശേഷവും നടന്നിട്ടില്ല. പ്ലീസ് കം. കാലം അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ലോകാത്ഭുതങ്ങൾ രചിക്കും, പിന്നെ നീണ്ട ഇടവേളയായിരിക്കും. ആ സമയത്ത് ധർമ്മരക്ഷയ്ക്കും നീതിക്കുമായി അവതാരങ്ങളെ നാം കാത്തിരിക്കും. യുഗപുരുഷന്മാർക്കായി നാം കാതോർക്കും. ഗുരുവിന്റെ വിപ്ലവം ലോകത്തിന് തന്നെ അത്ഭുതമായി അല്ലേ? അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതയുടെയും പത്മവ്യൂഹത്തിൽ അകപ്പെട്ട ജനത, അനാചാരങ്ങളുടെ ശരമാരി, അറിവിന്റെ പരിച കൊണ്ട് ഗുരു അത് തടഞ്ഞു. ഡീപ് ഡാർക്ക്നെസ് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല. അതെ, പൊതുവഴിയിലും ക്ഷേത്രങ്ങളിലും വിലക്ക്. അക്ഷരം പഠിച്ചുകൂടാ, തീണ്ടാപ്പാട്, ദൂരെ നിൽക്കണം. താണജാതിക്കാരടുത്ത് ചെന്നാൽ പ്രഹരമാണ് ശിക്ഷ. സ്ത്രീകൾക്ക് അരയ്ക്ക് മുകളിൽ നഗ്നത മറച്ചുകൂടാ. അപ്പോൾ ബ്ലാക്ക് കോണ്ടിനെന്റ് ആയിരുന്നു ഇന്ത്യ അല്ലേ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര ശരി. ചെരിപ്പ്, കുട, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ അവർണർക്ക് പാടില്ല. ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ശിക്ഷ. കൊലക്കുറ്റം ചെയ്താൽ ബ്രാഹ്മണന്റെ തലമൊട്ടയടിക്കും. ശൂദ്രനോ അഹിന്ദു ആണെങ്കിൽ തല വെട്ടിക്കൊല്ലും. പിന്നെയുമുണ്ട് ക്രൂരമായൊരു ശിക്ഷ, ചിത്രവധം. അതെന്താണ്? കുറ്റം ചെയ്ത അവർണനെ തൂണിനോട് ചേർത്ത് കെട്ടും. പിന്നെ മുട്ടിൽ നിന്ന് കഴുത്തുവരെ കമ്പിയടിച്ച് കയറ്റും. ജസ്റ്റ് ലൈക്ക് ക്രൂസിഫിക്കേഷൻ. ചെവി പൊട്ടാൻ തോന്നുന്നു. റിയലി ഇറ്റ് വാസ് എ ബ്ലാക്ക് ഏജ്. കണ്ണിലൂടെ ചോര വന്ന് ഇഞ്ചിഞ്ചായി മരിക്കും. ചിലപ്പോ 2-3 ദിവസം എടുക്കും ജീവൻ പോകാൻ. ഇതൊക്കെ കേട്ടിട്ട് ഗുരു യുഗങ്ങൾക്ക് മുമ്പ് ജനിക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിച്ചു പോകും. ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ എത്ര രക്തസാക്ഷികൾ, നരകയാതനകൾ, വിലാപങ്ങൾ എല്ലാം ചേർന്ന് പ്രകൃതിയോട് പ്രാർത്ഥിച്ചിരിക്കാം. പ്രാർത്ഥന ഭരിക്കും. ബൈബിളും ഖുറാനും അടക്കം എല്ലാ മതങ്ങളും അങ്ങനെയല്ലേ പറയുന്നത്? ഒരു പ്രതിഷ്ഠയും ഗുരു തകർത്തില്ല. പകരം സകല മതങ്ങളോടും ജാതികളോടും മനുഷ്യരോടും സംവദിക്കുന്ന സ്നേഹത്തെ പ്രതിഷ്ഠിച്ചു. അനുകമ്പയെ പ്രതിഷ്ഠിച്ചു. അരുവിപ്പുറത്ത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. കുറെ ഉച്ചപ്പാടും എതിർപ്പുമൊക്കെ ഉണ്ടായി കാണില്ലേ? ഉണ്ടായി. ഏത് കൊടുങ്കാട്ട് തീയും കെടുത്താൻ ഒരു മഴ മതി. ഗുരുവിന്റെ തപോബല പേമാരിയുടെ മുന്നിൽ ഏത് അഗ്നിക്ക് പിടിച്ചു നിൽക്കാനാകും? എങ്കിലും ആ ഉച്ചപ്പാടുകൾ ഗുരു എങ്ങനെ നേരിട്ടു എന്നറിയാൻ കൗതുകമുണ്ട്. അതിലേക്ക് പോകാം. കുറേയേറെ സംഭവങ്ങളുടെ വരമ്പിലൂടെ പോകേണ്ടി വരും. മുൾവഴികളുമുണ്ട്. ഹൈ, നമ്മൾ ഈ പൂണൂലിട്ട് നടക്കണേല് ഇനി എന്താ അർത്ഥം? ദൈവകോപം ഉണ്ടാവണ കാര്യങ്ങളല്ലേ നടക്കണേ. അരുവിപ്പുറത്തെങ്ങാണ്ടെന്ന് വന്നൊരു ഈഴവൻ ഒരു കല്ലെടുത്ത് വെച്ച് ശിവപ്രതിഷ്ഠ നടത്തി പോലും. ശിവ ശിവ,
നോമിനി എന്തെല്ലാം കാണണം. പ്രതിഷ്ഠിക്കാനും പൂജിക്കാനും ബ്രാഹ്മണന് മാത്രമേ ദൈവം അധികാരം കൊടുത്തിട്ടുള്ളൂ. വഴിയെ പോണവരൊക്കെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയാലേ ഭൂമി മലയാളം മുടിഞ്ഞു പോയില്ലേ? ഭൂമിയുടെ മേലല്ല, നമ്മുടെ മേലാ ഇടുത്തി വീണിരിക്കുന്നേ. ഇത് അനുവദിക്കരുത്. ആ. ആ. जन्मना जायते शूद्र कर्मणा जायते द्विज वेदपारायणो विप्र ब्रह्मज्ञानेतु ब्राह्मण. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രനാണ്. ഒരുവൻ ദ്വിജനാകുന്നത് അവന്റെ കർമ്മം കൊണ്ട്. വേദപാരായണത്താൽ അവൻ വിപ്രനും ബ്രഹ്മജ്ഞാനത്താൽ അവൻ ബ്രാഹ്മണനുമാകുന്നു. എല്ലാരും തുല്യരെന്ന് വന്നാ പിന്നെ നമ്മള് വഴിയാതാരാവില്ലേ നങ്ങേലി? വിദ്യയിൽ നിന്ന് ആട്ടിയകറ്റി നിർത്തിയിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ ഇക്കൂട്ടർ വിദ്യ കൂടി അഭ്യസിച്ചാലോ? ശൂദ്രനും വൈശ്യനും അടിയാന്മാരുമെല്ലാം വിദ്യ കൂടി അഭ്യസിച്ചാൽ ഇക്കാലം അത്രയും രാജ്യവും രാജാവും ചൊൽപ്പടിയിലാക്കി നിർത്തിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ വാക്കിന് റാൻ മൂളാൻ പിന്നെ ആളുണ്ടായിന്ന് വരില്ല. അടിച്ചമർത്താനും ഇഷ്ടക്കേട് തോന്നിയാൽ കാലെടുത്ത് തൊഴിക്കാനും നമ്മുടെ കാൽച്ചുവട്ടിൽ എന്നും ആള് വേണ്ടേ? ഇതിനെ എതിർക്കണം എങ്ങനെച്ചാലും. വേണ്ടി വന്നാ പല്ലും നഖവും ഉപയോഗിച്ച് എന്നെ എതിർക്കണം. പ്രായം അതിന് അനുവദിക്കൂ? ഈഴവരുടെ അവതാര പുരുഷനായി അവരോധിക്കാൻ പോകുന്ന അവനെക്കുറിച്ച് നാം ചിലത് കേട്ടു. മഹാഗുരു. എങ്ങട് തന്നുള്ളൂ. ഒരുവന് പിന്നിൽ അണിനിരക്കാൻ നമ്മൾ അവരെ അനുവദിച്ചുകൂടാ. നമുക്ക് നാളെ തന്നെ അരുവിപ്പുറത്ത് പോണം. വേദവിധികൾ പറഞ്ഞ് ഉത്തരമുട്ടിക്കണം. ഇനി ആവർത്തിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തണം. അതുകൊണ്ട് ഫലിച്ചില്ലാച്ച അടുത്ത വഴിയുണ്ട്. പൂജിക്കുന്ന കൈകൾക്ക് പ്രഹരിക്കാനും അറിയാമെന്ന ആ പരിശകൾ അറിയണം, അറിയിക്കണം. ഓ നടക്ക. ശുഭസ്യ ശീഘ്രം. പേടിയെല്ലാം തീർന്നു, ആശ്വാസമായി. ഇനി അടുത്തു നിന്ന് ഭഗവാനെ തൊഴാലോ. ഇനി മാടനെയും മറുതയും കാളികൂളികളെല്ലാം മറന്നേക്കൂ. പകരം ശിവപെരുമാളിനെ വണങ്ങണം. കുറെ മുമ്പ് ചാമി പറയുമായിരുന്നു അല്ലല്ലോ അലച്ചിനും തീരുമെന്ന്. അതിങ്ങനെ ആവുമെന്ന് നിരീക്ഷിച്ചില്ല. ശരിക്കും ശിവാലയമാണിവിടം. അരുവികളെല്ലാം ഗംഗയാണ്, ശിലകളെല്ലാം ശിവനും. അരുവിപ്പുറം മഹായശസ് നേടും. അപ്പോ ഇവിടെ എല്ലാവർക്കും തൊയാമോ ചാമി? എന്താ സംശയം? ഇത് ലോകത്തിനും കാലത്തിനും ചരിത്രത്തിനും മാതൃകയാകണം. ഓ ഓ. ഇവിടെ കുറിക്കേണ്ടത് സാഹോദര്യത്തിന്റെ പഞ്ചാക്ഷരിയാകണം, യുഗപരിവർത്തന ഗായത്രിയാകണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന
മാതൃകാസ്ഥാനമാണിത്. അശൂലങ്ങള് മാറങ്ങട്. അശ്ലീലങ്ങൾ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താ ഈ കാട്ടണേന്ന്? നാം ഒന്നും കാട്ടുന്നില്ല. ഇയാളെന്താ ആളെ കളിയാക്കുക? നാം ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു. ശിവനോ? തനിക്ക് ഈ പ്രതിഷ്ഠ നടത്താൻ ആരാ അധികാരം നൽകിയത്? താനും തന്റെ കൂട്ടരും ചേർന്ന് ഒരു കല്ലെടുത്ത് വെച്ചാൽ അത് ശിവനാവൂ. വന്നു വന്നിപ്പോ എന്തു ആവാന്നായി. പ്രതിഷ്ഠയ്ക്കുള്ള അവകാശം ബ്രാഹ്മണന്റേതാണ്, ബ്രാഹ്മണന് മാത്രം. നാം കണ്ട വേദങ്ങളിലൊന്നും അങ്ങനൊരു അവകാശം കണ്ടില്ലല്ലോ. അതിന് ശിവപ്രതിഷ്ഠ നടത്താൻ ഈഴവൻ എന്താ അവകാശം? നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെങ്കിലോ? ആദ്യം മുതൽ അണ്ടകടാഹം വരെ ഒരേ ദൈവം. ആ ശക്തിക്ക് മുന്നിൽ എല്ലാവർക്കും ഒരേ അവകാശം, ഒരേ അധികാരം. അഹങ്കാരികൾ. എന്താ നോക്കിക്കണേ? നടക്ക ചുംബൻ, നടക്ക അങ്ങോട്ട്. എന്താന്നറിയില്ല. വാക്പോരുകൊണ്ട് മാത്രം ജയിക്കാൻ ശ്രമിക്കുന്നവരാണ് തിരുമേനിമാരെന്ന് അറിഞ്ഞു. നങ്ങേലി അത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോവാന്നെ. ഭയന്നു. ആവേശം അടിയാത്തി പെണ്ണുങ്ങളോട് മാത്രമല്ല, ആണായി പിറന്നവരോടും വേണം. മറിച്ചായാൽ നാളെ സമൂഹം തിരിഞ്ഞുകൊത്തും. 4 നേരം സസ്യാഹാരവും കഴിച്ച് 4 കൂട്ടി മുറുക്കി കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്ത്രീകളോടും മാത്രം വമ്പ് കാണിക്കുന്നവരാണ് തിരുമേനിമാരെന്ന് നാളെ ലോകം വിധിയെഴുതും. അങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ കഴിയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്? നങ്ങേലി ഒരവസരം കൂടി കിട്ടിയാന്നോ ഓമവനെ? വേണ്ട. ഇനിയൊരവസരം ചോദിച്ച് ആരും സ്വയം ചെറുതാകണ്ട. എന്താ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാം. വാസുദേവന് ഗൗരവമുള്ളതെന്തോ നമ്മോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല തമ്പുരാട്ടി, ഇപ്പോ നാട്ടുകാർക്കിടയിൽ ഒരു സംസാരമുള്ളതായി കേട്ടിരിക്കുന്നു. എന്താണത്? അല്ല, അത് നങ്ങേലിക്ക് നമ്മോടെന്ന് പറഞ്ഞ മൊത്തത്തിൽ പുരുഷവർഗത്തോട് ഒരവജ്ഞ ഇല്ലേ എന്നൊരു സന്ദേഹം, അത്രയേ ഉള്ളൂ. അല്ല, എനിക്കല്ല, മുഴുവൻ ജനങ്ങൾക്ക് ഉണ്ടോന്നൊരു സംശയമുണ്ടേ. സംശയം മാത്രമാണേ. അങ്ങനെയോ? ആ,
സംശയം ജനങ്ങൾക്ക് മാത്രമോ അതോ തിരുമേനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയോ? ഏയ് നമുക്കോ എന്തായത് നങ്ങേലി, നോമിന് അങ്ങനെ തോന്നൂ. പിന്നെ ചിലതൊക്കെ ഇല്ലത്തിനകത്ത് വെച്ചാകുമ്പോ കുഴപ്പമില്ല. പക്ഷെ പുറത്ത് വെച്ച് അങ്ങനെ പെരുമാറിയാൽ ആളുകൾക്കിടയിൽ നോം ഒരു ഗർജിക്കുന്ന സിംഹമല്ലേ നങ്ങേലി, നമ്മളെ വില പോവില്ലേ അല്ലേ? ശരിയാണ്, സിംഹഗർജനത്തിന്റെ ചില കഥകളൊക്കെ നാമും അറിയുന്നുണ്ട്. നടക്ക ചോര നിക്കണില്ലല്ലോ. നട്ടുച്ച വെയിലാ, ചോര നിൽക്കാൻ പാടാ. മാറാ എന്താ അഹങ്കാരായി കാട്ടണേ? തമ്പ്രാൻ പറഞ്ഞ കണ്ടില്ലേ? ഇങ്ങോട്ട് മാറാ. ശുംഭ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? എണീറ്റ് മാറാ. വെറുതെ തിരുമേനിമാരുടെ കോപത്തിന് ഇരയാകണ്ട. മാറങ്ങട്. ധിക്കാരി, ഇവറ്റകൾക്കൊക്കെ എന്തു ആവാനായോ? ഇവന്റെ ചോര വീണ വഴിയിലൂടെ നോം സഞ്ചരിക്കണം. അടിച്ചോടിക്കൻ. അടിയന്റെ കാല് അടിയ പൊക്കോളാം. ഇപ്പം നിനക്ക് കാല് കുത്തി നിൽക്കാം. നോം വരുമ്പോ നിനക്ക് മാറാൻ വയ്യ. ഇനി നീ ഈ കാലൂന്നി നടക്കണ്ട. അടിച്ചോടിക്കാം. ഇനി നീ ഇത് ആവർത്തിക്കില്ല. ഇല്ലത്തെ തിരുമേനിയോടും അന്തർജനത്തോടും ഇതുപോലെ ധിക്കാരം കാട്ടാൻ ഇനി ആരും മുതിരരുത്. ഇതൊക്കെ മുളയിലേ നുള്ളണം. മണ്ണില് ചെങ്ക